അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കൂടാതെ, അവൻ്റെ കൃപാകടാക്ഷം, അവൻ്റെ ദയ, അവൻ്റെ കാരുണ്യം കൂടാതെ ഒരാൾക്കും തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന പ്രവാചക വചനമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിലേക്ക് നിന്ന് നിസ്കരിച്ച് അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് കാലിലൊക്കെ നീര് വന്ന് വീണ്ട് പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയൊക്കെ അങ്ങ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചല്ലോ, അങ്ങ് എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ, മുൻപാപങ്ങളും ശേഷമുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല പൊറുക്കപ്പെട്ടവരല്ലേ? അങ്ങ് പ്രവാചകരല്ലേ, ലോകത്തിൻ്റെ നേതാവല്ലേ, ലോക അനുഗ്രഹിയല്ലേ? ഈ പ്രപഞ്ചവും അതിലുള്ള സർവത്ര വസ്തുക്കളും സൃഷ്ടിക്കാൻ പോലും കാരണഭൂതരായ അങ്ങ് എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അഫല അക്കൂന അബദൻ ഷക്കൂറ എന്നായിരുന്നല്ലോ പ്രവാചകൻ്റെ മറുപടി, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന്. അപ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണ, അവൻ്റെ കാരുണ്യം, അവൻ്റെ ഔദാര്യം കരസ്ഥമാക്കിയാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തോടൊക്കെ പറയുകയുണ്ടായി, എനിക്കൊരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല പരലോകത്ത്. നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങളുടെ വിചാരണയൊക്കെ അത് ലഘൂകരിച്ച്, അല്ലെങ്കിൽ അത് വളരെയധികം എളുപ്പമാക്കിയിട്ട് അവിടുന്ന് നരകത്തു നിന്നൊക്കെ മോചനം കിട്ടി നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങേക്ക് അവിടെ രക്ഷ കിട്ടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നിൽ പൊതിഞ്ഞാലല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് വർഷിച്ചാലല്ലാതെ എനിക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന്. സത്യത്തിൽ പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള ശിക്ഷകളോ കഠിനമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള വചനങ്ങളൊക്കെ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർക്ക്, കുടുംബത്തിന്, സ്വഹാബത്തെ കിറാമിനൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം, അവൻ്റെ കൃപാകടാക്ഷം നമുക്ക് സദാസമയവും നമുക്ക് ലഭിക്കാൻ, അത് ഈ ലോകത്തും പരലോകത്തും ലഭിക്കാൻ പരിശുദ്ധ നാമങ്ങളുടെ കൂട്ടത്തിൽ യാ കരീം യാ കരീം എന്ന മഹത്തായിരിക്കുന്ന വചനം, ആ ഇസ്മ്, ആ ഒരു നാമം, അത് ഏറ്റവും ഉപകാരപ്രദമാകും. അത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷത്തിൻ്റെ ഔദാര്യത്തിന് നാം ഏവരും കാരണക്കാരായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.